ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് മോർണിംഗിലെ പ്രീ മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമുക്ക് ട്രേഡും കാര്യങ്ങളും എൻട്രീസ് എടുക്കാം. സോ നമുക്കിന്ന് മാർക്കറ്റ് ഗ്ലോബലി നോക്കുന്ന സമയത്ത് മാർക്കറ്റെല്ലാം ഒരു ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി മാർക്കറ്റെല്ലാം ബുള്ളിഷാണ്. നമുക്കതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും വീക്കിലി നമുക്ക് ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം, വീക്കിലി മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വീക്കിലി ബുള്ളിഷാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഡെയിലി നിഫ്റ്റി നോക്കുന്ന സമയത്ത് ഡെയിലി നിഫ്റ്റി എന്താണ് ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡെയിലി ഒരു റിജക്ഷനാണ്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സെല്ലിങ് വന്ന ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു റിജക്ഷനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളത് വീക്കിലി നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ബുള്ളിഷ് വ്യൂവിലാണ് നമുക്ക് ട്രേഡ് കൂടുതൽ എടുക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുക. നമുക്കത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മാർക്കറ്റ് മാറി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് താഴത്തേക്കുള്ള അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രീസ് നമ്മൾ എടുക്കേണ്ടത് വരും. ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് പ്രീ ഓപ്പൺ സെക്ഷനിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി ഓൾ ടൈം ഹൈയുടെ എബോവ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്ന് ഇനീഷ്യലി മാർക്കറ്റ് ഒരു സെല്ലിങ് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 15 to 30 മിനിറ്റ് ഇനീഷ്യലി സെല്ലിങ് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തെ ലോ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ല മാർക്കറ്റ് ഈ പറഞ്ഞ ലെവൽ ഓൾ ടൈം ഹൈ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് നല്ലത് ഒരു ബുള്ളിഷ് ആയിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റ് നിൽക്കുക. നമ്മളൊരു ലോങ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. ബാങ്കിൻ്റെ കേസിലാണ് ബാങ്ക് ചെറിയൊരു എല്ലാം ഒരു റിജക്ഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. ഇന്ന് HDFC ബാങ്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ HDFC ബാങ്ക് ഇന്ന് മൂവ് ചെയ്യുന്നുണ്ട്, അല്ല കൺസോളിഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിലും ഒരു നല്ലൊരു ലോങ് എൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ മാർക്കറ്റ് ഗ്ലോബലി നേരത്തെ നോക്കുന്ന സമയത്ത് ഗ്ലോബലി മാർക്കറ്റ് ഒരു നെഗറ്റീവിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം, നാസ്ഡാക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ചത് ഒരു നെഗറ്റീവിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷിലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ ആ ലെവലിൽ സപ്പോർട്ട് എടുക്കില്ലേ നമുക്ക് മാർക്കറ്റിൽ നോക്കാം. നമ്മൾ ബോണ്ട് നോക്കുന്ന സമയത്ത് ബോണ്ട് ഓൾറെഡി ബോണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ബോണ്ട് വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രൂഡും നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്രൂഡും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ക്രൂഡ് നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓൾറെഡി അതും ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ക്രൂഡിലില്ല. അതുപോലെ തന്നെ നമുക്ക് ഡോളർ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് അതും ഫ്ലാറ്റ് ആയിരിക്കാനാണ് ചാൻസ്. വേറെ പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്ലോബലി മാർക്കറ്റ് ഒരു നെഗറ്റീവും അതുപോലെ തന്നെ ബോണ്ട് ഈൽഡും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിലും വലിയ ന്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് ഒരു ബുള്ളി സ്ട്രക്ചറിലാണ് നിൽക്കുന്നത് കൊണ്ടും മേ ബി ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ടും മോസ്റ്റ് ഓഫ് ഇനീഷ്യലി ചിലപ്പോൾ ഇൻ കേസ് ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടോപ്പ് ലെവലിൽ നിന്ന് ഓൾറെഡി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നത്. ഇനീഷ്യലി ഒരു സെല്ല് വരാൻ ചാൻസ് ഉണ്ട്. സെല്ല് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഡൗൺ സൈഡിലോട്ട് പോകാം. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഞാൻ ഈ ഒരു ലെവലിൽ ഈ പറഞ്ഞ ഓൾ ടൈം ഹൈയിൽ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് എൻട്രി, ഒരു റീടെസ്റ്റ് എൻട്രി. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോങ് എൻട്രിക്ക് പുഷ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിന്നൊരു ഡൗൺ സൈഡ് എൻട്രി കിട്ടാം. അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡൗൺഫോൾ അല്ല, മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാം, ഡൗൺ സൈഡിൽ കൺസോളിഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നലത്തെ ലോ ലെവലിലും ഇന്നലത്തെ ഹൈ ലെവലിൻ്റെ ഉള്ളിലും കൺസോളിഡേറ്റ് ചെയ്യാം. സോ വലിയൊരു ഡൗൺ സൈഡ് എൻട്രി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല മാർക്കറ്റിൽ. ഒരു കൺസോളിഡേഷൻ ആയിരിക്കും. താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ മേലോട്ടാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡിങ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ഡോളറും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഡോളറിലും പ്രത്യേകിച്ച് ഡോളർ ഇത്തിരി ഡൗൺ ആണ്. നമുക്കത് ഗുഡ് ന്യൂസ് ആയിരിക്കും. നമുക്ക് IT സെക്ടറിന് അതൊരു ബാഡ് ന്യൂസാണ്. ഡോളർ ഡൗൺ ആയി കഴിഞ്ഞാൽ അത്ര വലിയ ഡൗൺ ഒന്നുമില്ല, അത് ചെറിയൊരു ഡൗൺ സൈഡാണ്. അപ്പോൾ അത്ര വലിയ ന്യൂസായിട്ട് അതും എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മണി കൺട്രോളും കൂടി നോക്കാം, എന്തെങ്കിലും ന്യൂസസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ന്യൂസസ് കാര്യങ്ങളൊന്നുമില്ല. Paytmൻ്റെ ഒരു ചെറിയൊരു ന്യൂസ് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ ന്യൂസസും കാര്യങ്ങളും ഒന്നും എഫക്റ്റ് ചെയ്യേണ്ടതില്ല. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈം 9:15, മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻട്രീസ് കാര്യങ്ങൾ എടുക്കേണ്ടതെന്ന്. സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്.
നമുക്ക് നോക്കാം. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇനീഷ്യലി ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ സെല്ലിങ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവലിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓൾ ടൈം ഹൈയുടെ അടുത്ത് എത്തിയിട്ടില്ല. ഓൾ ടൈം ഹൈക്ക് ഇത്രയും കൂടിയും സ്പേസ് ബാക്കിയുണ്ട്. അതിന് മുന്നേ സെല്ലിങ് വരാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റി ഈ പറഞ്ഞിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ പറഞ്ഞ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രിയിലോട്ട്, അല്ലെങ്കിൽ ഒരു ലോങ് ഡയറക്ഷണൽ എൻട്രിയിലോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് എൻട്രിയാണ്, ഈ ഫസ്റ്റ് 3 മിനിറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് എൻട്രിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സൂപ്പർ ട്രെൻഡ് കാര്യങ്ങളും ബ്രേക്ക് ചെയ്യും വേണം. ഞാനിപ്പോൾ ഒരു 9:45 വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനീഷ്യൽ ട്രേഡ് ഇന്നത്തെ ദിവസം ഒരു 9:45 വരെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനീഷ്യലി മാർക്കറ്റ് എങ്ങോട്ടാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളിന്ന് എൻട്രി എടുക്കുന്നുള്ളൂ. നമ്മളിന്ന് ജമ്പ് ചെയ്ത് എൻട്രിക്ക് കയറുന്നില്ല. ചിലപ്പോൾ ഇനീഷ്യലി തന്നെ ഒരു സഡൻ ഫോൾ താഴത്തോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഞാൻ ബാങ്കിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ബാങ്കിന് ഇഷ്ടംപോലെ ഒരു റൂമുണ്ട്. ബാങ്ക് മേ ബി ഈ ഒരു ലെവലിൽ, ഈ പറഞ്ഞ ഈ 2 ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ലോയിലും ഈ പറഞ്ഞ ഹൈയുടെ ഇടയിൽ മാർക്കറ്റ് ഇന്ന് ബാങ്ക് ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ഇൻ കേസ് താഴത്തോട്ടൊരു ബ്രേക്ക് ഔട്ട് വരാണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യലി ഇന്നത്തെ ദിവസം ഒരു ബ്രേക്ക് ഔട്ട് വരാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ബ്രേക്ക് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടായി തിരിച്ച് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. കാരണം നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നോക്കിയപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു ബ്രേക്ക് ഔട്ട് താഴത്തെ സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിയിൽ നമുക്ക് താഴത്തേക്ക് എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് വളരെ ക്വിക്കായിരിക്കും. നമ്മൾ എൻട്രി എടുത്ത ശേഷം നമ്മൾ പെട്ടെന്ന് ഈ ഒരു ലോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഫ്യൂച്ചറാണ്, നമ്മൾ ഈ ഒരു ലോ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാറും. ഇനീഷ്യൽ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു കുറച്ച് കൺഫർമേഷൻ കിട്ടാനുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. നമുക്ക് വിക്സ് നോക്കുന്ന സമയത്ത് വിക്സ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 5% ഇന്ന് വിക്സ് കൂടിയിട്ടുണ്ട്. നമ്മൾ സെക്ടർ വൈസ് നോക്കുന്ന സമയത്ത് ബാങ്കിൽ HDFC ബാങ്ക് റിജക്റ്റ് ആവുന്നുണ്ട്. ICICI ചെറിയൊരു ബുള്ളിഷിലാണ് നിൽക്കുന്നത്. ആക്സിസും താഴത്തോട്ട് വരുന്നുണ്ട്. റിലയൻസും റിജക്റ്റ് ആവുന്നുണ്ട്. TCS താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ റിലയൻസ് വരുന്നുണ്ട്. റിലയൻസ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വെയിറ്റ് ചെയ്യുക. ഇനീഷ്യലി ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇന്നത്തെ ദിവസം എൻട്രി എടുക്കുകയുള്ളൂ. അതുവരെ നമ്മളിന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് താഴത്തേക്ക് ക്രാഷ് ആവാൻ ഡൗൺ സൈഡിലോട്ട് നമ്മൾ ഇനീഷ്യലി ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രീസ് ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി ഉണ്ട്. ട്രെൻഡൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജമ്പ് ചെയ്തെടുക്കുന്നില്ല. മാർക്കറ്റ് ഇവിടെ പോയി ഇനി VWAPൻ്റെ അവിടെ റീടെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ സൂപ്പർ ട്രെൻഡിൻ്റെ ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു SL ഇട്ടിട്ട് ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം. ഇത്തിരി റിസ്ക് ഉള്ള എൻട്രീസ് ആണ്. ഇനീഷ്യലി അത് ഫോളോ ആയതുകൊണ്ട് റിസ്കിയറാണ്. ഇൻ കേസ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഷോർട്ട് ചെയ്യാം. മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് വരാണെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഈ ഒരു ഹൈ ലെവലിലോട്ട് നമുക്ക് SL കീപ്പ് ചെയ്യാം. ടാർഗറ്റ് നമുക്ക് എന്താണ്, ഈ ഒരു വലിയൊരു ലെവലിലോട്ട് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ സഡൻ റിവേഴ്സൽസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വീക്കിലി മാർക്കറ്റ് ബുള്ളിഷിലാണ് നിൽക്കുന്നതുകൊണ്ട്. അത് ഓൾ ടൈം ഹൈ ക്ലിയർ ചെയ്യാണ്ട് ഒരു വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റം വരില്ല. IT സെക്ടർ ഡൗൺ സൈഡ് ആവുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. പക്ഷേ പ്രീമിയം ക്രാഷ് ആവാണ്. 22,100 കോളുണ്ട്. ഞാൻ ഇനീഷ്യലി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. VWAPൻ്റെ അവിടെ റീടെസ്റ്റ് വരാണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ട്രെൻഡിൻ്റെ അവിടെ റീടെസ്റ്റ് വരാണ്ട് ഞാൻ ഡൗൺ സൈഡ് എൻട്രി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഷോർട്ട് ഏരിയ ആണ് ഈ ഒരു ലെവലിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ SL ഇവിടെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് ഇനി ഈ ഒരു ഡേ ലോ വരെ ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് വരാനും ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇത്തിരി കൂടിയും ബുള്ളിഷ് ആവുന്നുണ്ട്. ആ ഏരിയയിൽ നിഫ്റ്റി ബുള്ളിഷ് ആവുന്നുണ്ട്. ഇൻ കേസ് ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം SL എടുത്തിട്ട് ഇറങ്ങും. ഇപ്പോൾ നമുക്ക് 300 രൂപയുടെ ലോസ് ആണുള്ളത്. നമ്മൾ സ്പ്രെഡാണ് ചെയ്തേക്കുന്നത്, ക്രെഡിറ്റ് സ്പ്രെഡാണ് ചെയ്തേക്കുന്നത്. നമ്മൾ 22,100 കോള് സെല്ല് ചെയ്തിട്ട് 22,400 കോള് നമ്മൾ ബൈ ചെയ്തേക്കാണ്. നമ്മുടെ ഫേവറിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ല നമ്മുടെ ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ SL എടുക്കും. ഞാൻ എന്തായാലും ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ എന്തായാലും പ്ലേസ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത് 135 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്.
സോ ഞാൻ ഈ ഒരു ലെഗിന് 135 ഞാനവിടെ എസ് എൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. 135 ഞാൻ എസ് എൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. 135.50. അതുപോലെ തന്നെ ട്രിഗർ പ്രൈസ് 135. ഞാനിവിടെ എന്താണ് എസ് എൽ ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെഗിന് എസ് എൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴെ വരും എന്നുള്ള ഇനീഷ്യൽ മോർണിംഗ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, ഡൗൺ സൈഡിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. അല്ല ഇത് വരുന്നില്ല, മാർക്കറ്റ് ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. നമ്മൾ അത്യാവശ്യം വലിയൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഡേ ലോ വരെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് വരുന്ന വിചാരിക്കാം. അല്ല ഇതിന് മേലെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എൻട്രി എടുത്തപ്പോൾ ചെറിയൊരു സ്ലിപ്പേജ് വന്നിട്ടുണ്ട്. ഞാനൊരു 119 എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്കത് ട്രിഗർ ആയത് 115 116 അത് ട്രിഗർ ആയത്. അവിടെ ഒരു ചെറിയൊരു സ്ലിപ്പേജ് ഇഷ്യൂ വന്നിട്ടുണ്ട്. നോ ഇഷ്യൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് ബുക്ക് ചെയ്യാം. ലെറ്റ്സ് സീ. ഇനീഷ്യലി നമ്മുടെ എസ് എല്ലിൻ്റെ അവിടേക്കാണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു വാപ്പ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഗുഡ്. കാരണം ലാസ്റ്റ് 15 മിനിറ്റിൽ ഭയങ്കരമായൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഷോർട്ട് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഡേ ലോ പ്രീവിയസ് ഡേ ഹൈ ഇവിടെയുണ്ട്, ആ ഒരു ലെവലിൽ നിന്നാണ് ഷോർട്ട് ചെയ്തത്. പിന്നെ എബവ് ആണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും നമ്മുടെ ട്രേഡ്. അല്ല നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് ഈ ഒരു പറഞ്ഞ ടാർഗറ്റിന് ലോ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ലോ വരെ, ലോയുടെ താഴെ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് റിലയൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള IT സെക്ടർ ജസ്റ്റ് ഒന്ന് അപ് ട്രെൻഡ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. നമ്മുടെ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. നോ ഇഷ്യൂ. നമുക്ക് ഒന്നെങ്കിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒന്നെങ്കിൽ നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ അറിയാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാം. അതുപോലെ തന്നെ നമുക്ക് ഈ ട്രേഡിങ് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാപ്പിൻ്റെ ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻഡലിൻ്റെ ലോ വരെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡിൽ സേഫ് ആയിരിക്കും. നമുക്ക് ഈ ട്രേഡ് ഓക്കെ ആയിരിക്കും, വലിയ റിസ്ക് വരില്ല. ഇൻ കേസ് താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് വീണ്ടും വരാണ് 22,080 വരെ വരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്വിംഗ് ഹൈയിലോട്ട് നമുക്ക് എസ് ട്രൈ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ലോസ് ഇത്രയും കൂടി കുറയും. അല്ല നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങും. നമുക്ക് എത്രയാണോ വരുന്നത് നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങും. ഇനീഷ്യലി വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കട്ടെ. നമ്മൾ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ SL അടിച്ചു. നമുക്ക് 5,000 രൂപയുടെ ലോസ് ഉണ്ട്. നമ്മുടെ ഓപ്പണിംഗ് ലെവലിലോട്ട് മാർക്കറ്റ് വന്നു. ഇനി നമുക്ക് ആ ട്രേഡിൽ ഇതില്ല, നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ നമുക്ക് ആ എൻട്രി ട്രിഗർ ആവും. കാരണം ഒരു സെല്ലിംഗ് ടൈലിലാണ് മാർക്കറ്റ്. ഒന്നും കൂടി റിജക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിൽ റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒരു ഡൗൺ സൈഡ് എൻട്രിയിലോട്ട് നോക്കും. കാരണം മാർക്കറ്റ് വീക്കിലി ബുള്ളിഷാണ്, പക്ഷേ മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ലോങ് എൻട്രിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, പുട്ട് നമ്മൾ സെല്ല് ചെയ്യും. മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്യുകയാണ്, ഒരു ലോങ് എൻട്രിയിലോട്ടാണ് മാർക്കറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് എൻട്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ സെറ്റപ്പിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇനീഷ്യലി എങ്ങോട്ടാണ് എന്നൊന്ന് കൺഫേം ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. നിഫ്റ്റിയിലോട്ടായിരിക്കും ലോങ് എൻട്രി പ്ലാൻ ചെയ്യുക ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച്. ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ഈ ഒരു ലെവലിൽ നിന്ന്. കാരണം റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ലെറ്റ്സ് സീ, നോക്കട്ടെ. അതിനുശേഷം എൻട്രി ഒന്നുകൂടി നമുക്ക് റീ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോങ് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. സോ നമ്മൾ ഇവിടെ നിന്നൊരു ലോങ് എൻട്രി മാർക്കറ്റ് തിരിഞ്ഞു. നമ്മുടെ സെല്ലിൻ്റെ SL അടിച്ചു. നമുക്ക് മനസ്സിലായി മാർക്കറ്റ് റിവേഴ്സലായി എന്നുള്ളത്. ഇവിടെ നിന്നൊരു ലോങ് എൻട്രി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തു. നമ്മളിവിടെയാണ് SL വെച്ചേക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ. നമ്മുടെ ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഏരിയ 1 സെക്കൻഡ്, ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഏരിയ 22,200. ഓക്കെ, 22,200 ലെവലിലാണ് ഓൾ ടൈം ഹൈ ഉള്ളത്. ഈ ഒരു ലെവലിലോട്ട് ഞാൻ ടാർഗറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാണ് നമ്മുടെ ട്രേഡ്.
നമ്മൾ ഈ ട്രേഡ് എക്സിറ്റ് ആവും. നമുക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആയതുകൊണ്ട് ഈ ട്രേഡ് നമ്മുടെ ലോസിനെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ വലിയൊരു പ്രോഫിറ്റിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ലോസ് കവറായി കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങും. നമ്മൾ ബിഗ് പ്രോഫിറ്റിലോട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ലക്ഷ്യം വയ്ക്കുന്നില്ല. നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. കാരണം മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാനുള്ള ഒരു ഫ്യൂവലായിട്ടുണ്ട് മാർക്കറ്റിന്. ഈ ഒരു ലെവൽ വ്യാപ്പിൻ്റെ ലോ ലെവൽ വരെ നമുക്ക് SL കീപ്പ് ചെയ്യാം. SL ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. 162,550 ക്വാണ്ടിറ്റി നമ്മുടെ ഫേവറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40 പോയിൻ്റാണ് നമ്മൾ ടാർഗറ്റ് പിടിക്കണേ. 100 നമ്മുടെ ലോസ് കുറയുന്നുണ്ട്, നമ്മുടെ ഫേവറിലോട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും. ഈ ട്രേഡിൽ നമ്മൾ വലിയൊരു പ്രോഫിറ്റിലോട്ട് നമ്മൾ പിടിക്കുന്നില്ല, ചെറിയൊരു പ്രോഫിറ്റേ പിടിക്കുന്നുള്ളൂ. നമ്മുടെ ലോസ് കവർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ഇനീഷ്യൽ വ്യൂ നമ്മുടെ റോങ് ആയിരുന്നു. നമ്മുടെ രാവിലെ ബെയറിഷ് വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തത്, അത് റോങ് ആയി. നമുക്ക് ബുള്ളിഷ് വ്യൂവിൽ എൻട്രി കിട്ടി. ആ ബുള്ളിഷ് വ്യൂയുടെ എൻട്രിയിൽ നമ്മുടെ രാവിലത്തെ ലോസ് കവറായി കഴിഞ്ഞാൽ നമ്മളത് ബുക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. വലിയൊരു ടാർഗറ്റിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ ലോസ് കവറായി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ഒരു 40 പോയിൻറ്റോളൊക്കെ ടാർഗറ്റ് പിടിക്കാം. പക്ഷേ നമുക്ക് അത് കിട്ടുമെന്ന് അറിയില്ല. ഒരു ബിഗ് മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ SL ഹിറ്റ് ചെയ്തു. നമ്മൾ സെക്കൻഡ് എടുത്ത ട്രേഡ് നമുക്കിപ്പോൾ ഓൾറെഡി ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ നമ്മൾ കോസ്റ്റിലാണ് നിൽക്കുന്നത്. ആക്ച്വലി നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് വരും. ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. റിസ്ക് ഏരിയ ആണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് കോസ്റ്റിലോട്ട് മാറ്റി വയ്ക്കും. അതായത് ഞാൻ എൻട്രി എടുത്ത അതേ പ്രൈസിലോട്ട് തന്നെ എൻ്റെ SL ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് ട്രേഡ് ലോസും ഈ ട്രേഡ് എനിക്ക് കോസ്റ്റിൽ ഇറങ്ങാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് എനിക്കൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഒരു 10 പോയിൻറ്റും കൂടി ഉള്ളൂ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. എൻ്റെ വ്യൂവും എൻ്റെ ഇതും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്നാണ്. ഇവിടെ നിന്നൊരു ഭയങ്കരമായൊരു മൊമെൻറ്റം അപ്പ് സൈഡിലോട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രേഡ് കോസ്റ്റിലിറങ്ങും, ചെറിയൊരു ലോസിലിറങ്ങും. നോ ഇഷ്യൂ. എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊന്ന് ഇറങ്ങും. നല്ലൊരു മൂവ്മെൻറ്റ് അപ്പ് സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ. ഈ ഒരു ട്രേഡ് എങ്ങനെ പോയാലും എനിക്കൊരു 5,000-6,000 രൂപയുടെ പ്രോഫിറ്റ് തരേണ്ടതാണ്. ഞാൻ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കൂടി മൊമെൻറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കിട്ടുമോ നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും. അല്ല, ഫസ്റ്റ് ട്രേഡ് ലോസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ചെയ്ത് കൊണ്ടുപോയേനെ. എൻ്റെ ഇനീഷ്യൽ വ്യൂ ബെയറിഷ് ആയിരുന്നു. ആ ഇനീഷ്യൽ ഓപ്പണിങ്ങും ആ സെല്ലിങ്ങും കണ്ടപ്പോൾ താഴത്തോട്ടായിരുന്നു. പക്ഷെ അത് ഓപ്പോസിറ്റ് തന്നെ ബ്രേക്ക് ചെയ്ത് എൻ്റെ ഒരു ലോങ് എൻട്രിയിലോട്ട് ഷിഫ്റ്റായി. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ലാസ്റ്റ് 1 hour മൊമെൻറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്, നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിക്കണം. ആ മൊമെൻറ്റം വരുമെന്ന് വിചാരിക്കണം. മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. എനിക്കിതൊരു വലിയൊരു പ്രോഫിറ്റ് അല്ല, ചെറിയൊരു പ്രോഫിറ്റിൽ ഞാൻ ഇറങ്ങാനുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അല്ല, വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൽ ചെറിയൊരു ലോസ് 2,000-3,000 രൂപയുടെ അല്ലെങ്കിൽ 3,000-4,000 രൂപയുടെ ലോസ് ഞാൻ ബുക്ക് ചെയ്ത് ഇറങ്ങും. കാരണം നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ലോസാണ്, സെക്കൻഡ് ട്രേഡാണ്. നമുക്ക് ആ ലോസ് കവർ ചെയ്ത് ഇപ്പോൾ 7,000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇതും നമ്മൾ സ്പ്രെഡാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇപ്പോൾ ഓൾറെഡി ലോസിൽ വന്നായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ട്രേഡ് നമ്മൾ എടുത്തു, ലോങ് എൻട്രി എടുത്തു. ഇതിപ്പോൾ പ്രോഫിറ്റിൽ റണ്ണിങ് ആണ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ട്രേഡ് ലോസിലും രണ്ടാമത്തെ ട്രേഡ് പ്രോഫിറ്റാണ്. കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും എന്ന് പറഞ്ഞാണ്. നമുക്ക് അത്യാവശ്യം ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ 10,000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ആ ലെഗിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ നമ്മൾ നൈസായിട്ട് ചെറിയൊരു മൊമെൻറ്റം കൂടിയും എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതൊരു എത്രത്തോളം വരും എന്ന് നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. വരും, മൊമെൻ്റ് ഉണ്ടാവും. നമുക്കൊരു 3 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 4,000 രൂപ അടുത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണേ. എക്സിറ്റ് റെഡിയാണ്. 4K അടുത്ത് പ്രോഫിറ്റ് ടച്ച് ആയിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റം ഒരു വലിയൊരു മൊമെൻറ്റം വരാം. പക്ഷെ നമ്മുടെ കൺസെപ്റ്റിൽ ഇതായിട്ടുണ്ട്. നമ്മൾ എക്സിറ്റ് ഇടാണ്. ഓക്കെ, എക്സിറ്റ് ആയില്ലല്ലോ. ഇതാണ് ട്രേഡ്. ഓക്കെ, എക്സിറ്റ് ആയിട്ടുണ്ട്.
സോ നമ്മുടെ ട്രേഡ് ഓൾറെഡി എക്സിറ്റ് ആയിട്ടുണ്ട്. 3,200 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സിറ്റ് ആയ പ്രൈസ് എന്ന് പറയുന്നത് 124. ഓക്കെ, മാർക്കറ്റ് അഗെയിൻ ക്രാഷ് മുകളിലോട്ട് പോവുകയാണ്. ഇല്ല, നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ടായി. കാരണം നമ്മൾ ഫസ്റ്റ് ട്രേഡ് ലോസും സെക്കൻഡ് ട്രേഡിൽ നമുക്ക് 3,200 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രേഡിൽ നമ്മൾ ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ലോസ് കവറായി നമ്മൾ പ്രോഫിറ്റിലായത്. സോ ഇവിടുന്ന് വലിയൊരു മൊമെൻറ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്, കാരണം നമ്മുടെ ലെവലായി, നമുക്കൊരു പ്രോഫിറ്റായി. അപ്പോൾ നമ്മൾ ഒരു ലോസിൽ നിന്ന ട്രേഡ് നമ്മളെന്താണ് അതൊരു പ്രോഫിറ്റിൽ കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെടുത്ത എൻട്രി ലോസിലായിരുന്നു. ലോസിൽ പോയ ട്രേഡിനെ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്ത് പ്രോഫിറ്റിലാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഒരു തീം നമ്മൾ പിടിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്താൽ ലോസ് ഓഫ് പ്രോഫിറ്റ് അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു, ഫസ്റ്റ് എൻട്രി നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ട് എൻട്രി ആയിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് എൻട്രി ആയിരുന്നു. നമ്മൾ ഇവിടെയാണ് എസ് എൽ കീപ്പ് ചെയ്തത്. ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. നമ്മൾ ഇവിടെയായിരുന്നു നമ്മൾ എസ് എൽ കീപ്പ് ചെയ്തത്. നമ്മുടെ വ്യൂ എന്തായിരുന്നു, ബെയറിഷ് ആയിരുന്നു. എന്ത് പറ്റി, നമ്മുടെ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വന്നില്ല, ടാർഗറ്റിലേക്ക് വന്നില്ല, എസ് എൽ ട്രിഗറായി. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ വ്യൂ റോങ് ആണ്. മാർക്കറ്റ് എന്താണ് ബുള്ളിഷിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, വോൾ ടൈം ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ വോൾ ടൈം ഹൈ നിൽക്കുന്നത്, ഇവിടെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വോൾ ടൈം ടച്ച് ചെയ്യണ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ റീടെസ്റ്റ് വന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നിന്ന് ലോങ് എൻട്രിയും ഈ ഒരു ലെവൽ എസ് എല്ലും നമ്മുടെ ഈ ഒരു ലെവലിൽ വോൾ ടൈം ഹൈ ലെവലിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഹിറ്റായി. നമ്മുടെ എന്താണ് ആ ലോസ് നമുക്ക് കവറായി. നമ്മൾ ഓൾറെഡി 3,200 രൂപ, 4,000 രൂപ ലോസിൽ നിന്ന് നമ്മൾ 3,200 രൂപ പ്രോഫിറ്റിലോട്ട് കവറായി നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്. നമ്മുടെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ലോസ് ഓർ പ്രോഫിറ്റ് എന്തായാലും നമുക്കത് ബാധിക്കുന്ന കാര്യമല്ല. എന്താണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ, ആ ആക്ഷൻ പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുക. നമുക്ക് നല്ല റിസൾട്ട് നമുക്കുണ്ടായിരിക്കും. സോ ഇനി നമുക്ക് നാളെ നെക്സ്റ്റ് ട്രേഡിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.